ഹലോ ഗായ്സ്, കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിശുദിനമാണ്. അപ്പോൾ ഈ ദിവസം ഞാൻ എണീറ്റ സമയത്ത് ഏകദേശം 9:30 അടുപ്പിച്ച്. അപ്പോഴേക്കും നോക്കിയപ്പോൾ നീതുവും മോളൊക്കെ ഒരുങ്ങി ഇങ്ങനെ വെളിയിലോട്ട് പോയപ്പോൾ മുറ്റത്ത് കുറേ കസേരകൾ നിരത്തിയിട്ടുണ്ട്. നോക്കിയപ്പോൾ കുറേ കുഞ്ഞു കുട്ടികളെന്ന് പറയുമ്പോൾ എന്നെ ചാച്ചാജിയുടെ വേഷം ധരിച്ച് അങ്ങനെ കുറച്ച് കുഞ്ഞു കുട്ടികൾ വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സംഭവം ഇതെന്താണ് സംഭവം? ഒരു പിടിയില്ലല്ലോ. അംഗനവാടി ഞങ്ങളുടെ വീട്ടിലോട്ട് മാറ്റിയോ? എനിക്ക് അംഗനവാടി അവിടെ തന്നെയുണ്ട്. ഓ, അംഗനവാടിയുടെ പണി നടക്കുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10-15 ദിവസം എൻ്റെ വീട്ടിലാണ് അംഗൻവാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക. ഈ വീഡിയോസിൽ കുറേ സസ്പെൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പോൾ അംഗൻവാടി കുട്ടികളെ പഠിപ്പിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഒരു 10-15 ദിവസമായിട്ട് ഈ പുതിയ അംഗൻവാടിയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അംഗൻവാടി പഠിത്തമുള്ള ദിവസമൊക്കെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ആയിരിക്കും അംഗൻവാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് ശിശുദിനമായിട്ട് വേഷപ്രച്ഛന്നരായിട്ട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പു ഇത് ഭാരതമാതാവായിട്ട് വേഷം ധരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചാച്ചാജിയുടെ വേഷമൊക്കെ ഇട്ട് കുഞ്ഞു കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാപിതാക്കൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ, എങ്കിലും ഇപ്പോൾ പഴയതിനേക്കാളും അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ അംഗനവാടിയിൽ. അപ്പോൾ അവരും മാതാപിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു. യാത്രയെന്ന് പറയുമ്പോൾ ഇന്ന് കിളിയൂർ ആശ്രമത്തിൽ അവിടുത്തെ അന്തേവാസികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഞങ്ങളുടെ ഒരു സുഹൃത്താണ് അതിൻ്റെ പരിപാടിയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ്. അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തൊക്കെ ആയിട്ടാണ് പോയി അത് സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതൊരു 11:30 പോകണം. അപ്പോൾ ഇവരിവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് അംഗൻവാടിയിൽ. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിൽ അംഗൻവാടി പോയപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം ഒരു അംഗൻവാടിയുടെ ആ ഒരു അന്തരീക്ഷം അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ മനസ്സിനൊക്കെ ഒരു തൃപ്തിയാണ്. കൊച്ചുകുട്ടികളുടെ കളിയും ചിരിയും അതൊക്കെ. അപ്പോൾ ഈ ശിശുദിനമായിട്ട് ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഈ കിളിയൂരാശ്രമത്തിൽ കിടക്കുന്ന വൃദ്ധരായ ആരോരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല സന്തോഷം കണ്ടിട്ടാണ് അവർക്കായിട്ട് കൊടുക്കുന്ന ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ എനിക്കിന്ന് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ മാക്സിമം അല്ലാതെ അവർക്കായിട്ടൊരു എടുത്തു കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു റാലിയൊക്കെ വെച്ച് അപ്പോൾ അവർ മാക്സിമം ഞങ്ങളുടെ അവിടുത്തെ ഒരു കുഞ്ഞ് അംഗനവാടിയാണ്. അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു റാലിയൊക്കെ അപ്പോൾ അവരുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അംഗനവാടി. അപ്പോൾ ആ അംഗനവാടിയെ നടന്ന് ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ച് അവരവരുടെ സന്തോഷം അവരതിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് അംഗനവാടി പരിസരം. അപ്പോൾ വർക്കൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ ഫ്ലോർ അവർക്ക് കളിക്കാനും സ്ഥലപരിധികളുണ്ട്. അങ്ങനെയൊക്കെ അത് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11-12 മണി അടുപ്പിച്ചാവും. അപ്പോൾ ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഏകദേശം ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല. അതുകൊണ്ട് അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരമ്മച്ചി ഇതാ വരുന്നുണ്ട്. ഈ അമ്മച്ചി പുതിയതാണല്ലോ. അങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് സ്നേഹസദൻ കിളിയൂരാശ്രമം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റാക്കി കളയാതെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അവർക്കും അവരുടെ വയറെന്ന് പറയും, നമ്മുടെ മനസ്സെന്ന് പറയും. അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന വണ്ടി എന്തായാലും വന്നിട്ടുണ്ട്. ഏകദേശം 12-12:30 അടുപ്പിച്ചായി. 12:45 ഇവിടുത്തെ ബെല്ലടിച്ച് ഈ ഫുഡ് കൊടുക്കുന്ന സമയം. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ 12:45 ആകുമ്പം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് അവിടെ ഒന്ന് വെച്ച് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ
ഉടനെ വരാമെന്ന് പറഞ്ഞു. ഫുഡൊക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. സദ്യയാണ് കൊടുക്കുന്നത്. നേരത്തെ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇടയ്ക്ക് ഞങ്ങൾ കിട്ടിയ സമയത്ത് അവിടുത്തെ അന്തേവാസികളായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ട്. ഇവിടെ നിന്ന് വന്നു, ഇവിടെ ചിലർക്ക് ഓർമ്മയുണ്ട്, ചിലർക്ക് ഓർമ്മയില്ല. എങ്കിലും ഇവിടെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. കാരണം ഇവിടേക്ക് അന്യോന്യം സംസാരിക്കാൻ, പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കൊടുക്കാൻ ടൈമായി അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എല്ലാത്തിനും നല്ല ആക്റ്റീവാണ്. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ. പുള്ളി ഒരു പ്രത്യേക ഒരു നല്ല മനുഷ്യനാണ്. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ ഇട്ടു, ഇനി ഫുഡൊക്കെ വിളമ്പി ഇവർക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പായി. അച്ഛൻ അതിൻ്റെ മുമ്പന്തിയിലാണ്. കാരണം വിളമ്പാനും എല്ലാത്തിനും അച്ഛൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫാണെങ്കിലും ശരി, എല്ലാവരും നല്ല ആക്റ്റീവാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആ സ്റ്റാഫ് പോലെ തന്നെയാണ്. അങ്ങനെ അവർക്ക് വേറെ അകൽച്ച അങ്ങനെയൊന്നുമില്ല. ഏകദേശം ദിവസമെല്ലാം ഇവിടെ ആൾക്കാർ ഫുഡൊക്കെ കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഭക്ഷണത്തിനൊന്നും ഒരു കുറവില്ല. കാരണം നമ്മളിവിടെ ഇന്ന് കൊടുത്ത സദ്യയാണ്. പായസം അടക്കം, പഴം പായസം, പപ്പടം എല്ലാം അടക്കം സദ്യയാണ്. എല്ലാ പ്രാവശ്യവും അച്ഛൻ തന്നെയാണ് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നതും എല്ലാം ഇതും. കാരണം എല്ലാവർക്കും അറിഞ്ഞ് അവരുടെ ആവശ്യത്തിന് ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. കാരണം ഇവിടെ അവർക്കൊരു കുറവുമില്ല. കുറവെന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ആക്കിയത്, അങ്ങനെ ആ ഒരു ഫീലിങ്സ് കൊണ്ടുള്ള കുറവേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അവർക്ക് പ്രത്യേകിച്ച് ഒരു കുറവില്ല. ഭക്ഷണത്തിനായാലും ശരി, അവർ നോക്കുന്നതിലായാലും ശരി, ഒരു കുറവുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ചിലരുടെ സംസാരത്തിൽ നിന്ന് അവരെ മക്കളെ കാണാൻ പറ്റുന്നില്ല, ചെറുമക്കളെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഭവമുണ്ട്. ഈ അപ്പച്ചനാണെങ്കിൽ കണ്ണ് കാണത്തില്ല. പുള്ളി കഴിച്ചിട്ട് ഞാനിങ്ങനെ കഴുകാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുവിടുന്നതാണ്. പുള്ളി പറഞ്ഞു ഇത് ചെറുപ്പത്തിൽ കഴിച്ചു പോയതല്ല, പിന്നീട് എപ്പോഴെന്തോ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കഴിച്ചു പോയി. പുള്ളി അവിടെ കൊണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ അവരെല്ലാവരും കഴിച്ചു. പിന്നെ ഇതായിപ്പോൾ അച്ഛനും ഞങ്ങളെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ കഴിച്ച് ഓൾറെഡി. ഇപ്പോൾ എല്ലാവരും കഴിച്ച് ഇങ്ങനെ പിന്നെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ദിവസമായിട്ട് എന്തായാലും അവർക്കായിട്ടുള്ള ഫുഡുമായിട്ട് സ്നേഹവുമായിട്ട് ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ ഞങ്ങളെ വീഡിയോ മാക്സിമം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, ടാറ്റ.